മിഷനറി ചൈതന്യവുമായി അമേരിക്കൻ മണ്ണിലെത്തിയ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് MSMI സന്യാസിനി സമൂഹം ഇവിടെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കി. രജത ജൂബിലി ആഘോഷങ്ങൾ ടെക്സസ് മിസൗറി സിറ്റിയിലെ സെന്റ് ജോസഫ് സീറോ മലബാർ കത്തീഡ്രലിൽ നടന്നു. കാരുണ്യത്തിന്റെ 1/4 നൂറ്റാണ്ട് സന്യാസിനി സമൂഹം പിന്നിട്ട വഴികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാബലിയും പൊതുസമ്മേളനവും ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള വൻ വിശ്വാസ സമൂഹമാണ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നത്. ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൃതജ്ഞതാബലിയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. മുൻ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത്, വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികർ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി. അമേരിക്കയിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയിലും വികാസത്തിലും MSMI സന്യാസിനികൾ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് പറഞ്ഞു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വീഡിയോ സന്ദേശത്തിലൂടെ സിസ്റ്റേഴ്സിന് ജൂബിലി ആശംസകൾ നേർന്നു. സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ മോൺസിഞ്ഞോർ CJ വർക്കി കുഴികുളത്തിന്റെ ദർശനവും മരിയൻ ചൈതന്യവും അമേരിക്കൻ മണ്ണിൽ വിജയകരമായി വളർത്തിയെടുക്കാൻ സിസ്റ്റേഴ്സിന് സാധിച്ചതായി അദ്ദേഹം സൂചിപ്പിച്ചു. സഭയ്ക്ക് നൽകിയ ദീർഘകാല നേതൃത്വത്തിന് മാർ ജേക്കബ് അങ്ങാടിയത്തിനുള്ള എപ്പിസ്കോപ്പൽ രജത ജൂബിലി ആദരവും ചടങ്ങിനെ കമനീയമാക്കി. മാർ ജോയ് ആലപ്പാട്ട് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഒപ്പം സന്യാസിനി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി വിലയേറിയ പിന്തുണ നൽകി വരുന്ന വത്സ മാത്യുവിനെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സഭാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശിഷ്ടാതിഥികളും ആശംസകൾ നേർന്നു. സിസ്റ്റർ സുബി MSMI സ്വാഗതവും റവറൻ ഡോക്ടർ അൽഫോൻസ് മാത്യു നന്ദിയും പറഞ്ഞു. ജൂബിലി ഗാനാലാപനം, പ്രാർത്ഥനാ നൃത്തം എന്നിവ കൂടാതെ ലിയോൺ ഫ്ലെമിംഗ്, മെറിൻ സന്തോഷ് എന്നിവർ നയിച്ച സംഗീത പരിപാടിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മോൺസിഞ്ഞോർ CJ വർക്കി കുഴികുളം കോഴിക്കോട് കുളത്തുവയൽ കേന്ദ്രമാക്കി സ്ഥാപിച്ച MSMI സന്യാസിനി സമൂഹം മരിയൻ ആത്മീയതയും മിഷണറി ചൈതന്യവും മുഖമുദ്രയാക്കിയാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇടവക ശുശ്രൂഷകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം സമൂഹത്തിലേക്ക് പകരുകയാണ് സഭയുടെ ലക്ഷ്യം. 800-ലധികം സന്യാസിനികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സഭയ്ക്കുള്ളത്.